ഹലോ എവരിവൺ. ഒത്തിരി സ്റ്റുഡൻസിനുള്ള ഒരു കംപ്ലൈൻ്റാണ് സ്പീക്കിങ്ങിനെ കുറിച്ച്. സ്പീക്കിങ്ങിൽ കൺക്ലൂഷൻ എങ്ങനെയാണ് ചെയ്യുക? സ്പീക്കിങ്ങിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടാസ്ക് എല്ലാം ഫിനിഷ് ചെയ്തു, നമ്മുടെ ഭാഗ്യത്തിന് നമ്മളത് 5 മിനിറ്റും കൊണ്ടാണ് ആയിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ പിള്ളേർ ഉദ്ദേശിക്കുന്ന പോലെ ഇഫ് യു ഹാവ് എനി കൺസേൺ പ്ലീസ് ആസ്ക് മീ, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ് എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിൽ ആ സമയത്ത് വാച്ചോ ക്ലോക്കോ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമുക്ക് ടൈം അറിയാൻ ഒരു സോഴ്സുമില്ല. നമുക്ക് ആകെ ഉള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനർ നമ്മളോട് പറയും യുവർ ടൈം ഈസ് അപ്പ്, യു ക്യാൻ സ്റ്റോപ്പ് ദ റോൾ പ്ലേ എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ കൺക്ലൂഷൻ ആവുക, അപ്പോഴാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സ്പീക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു റൂളാണ് നമ്മൾ 5 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ ടാസ്ക് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ചില കുട്ടികൾ 4 മിനിറ്റ്സിലൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ആക്കും. അവർ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ആ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസോ എക്സ്പ്ലനേഷനോ ഒക്കെ കൊടുത്ത് 5 മിനിറ്റ്സ് എത്തിക്കുക. അപ്പോൾ അവർ നമ്മളോട് യുവർ ടൈം ഈസ് അപ്പ്, യു ക്യാൻ സ്റ്റോപ്പ് ദ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ പറയാം താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ കൺക്ലൂഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.